അപ്പോൾ തലേദിവസം രാത്രി മൈലാഞ്ചി കയ്യിലും കാലിലൊക്കെ വാരിയിട്ട് നമ്മൾ തയ്യാറാവുന്നത് ഒരു കല്യാണത്തിനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുറേ നാൾക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു കല്യാണമാണ് നമ്മളെ കൊച്ചുമ്മാടെ മോളുടെ കല്യാണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഇക്കാടെ കടയിൽ കയറി ടയറൊക്കെ ചെക്ക് ചെയ്ത് കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ ടാറ്റയും പറഞ്ഞ് സംഭവ സ്ഥലത്തെത്തി. അപ്പോൾ ട്രിവാൻഡ്രം പൂന്തുറയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ കൊച്ചുമാരെ വീട്ടിൽ വന്ന് അപ്പോൾ ബാഗും പെട്ടിയൊക്കെയെന്ന് വെച്ചാൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് പോണത്. അപ്പച്ചാണെങ്കിൽ പിന്നെ വലിയ ബാഗ് കൊണ്ടുവരാൻ ഒരു മാസത്തേക്കാണോന്ന് പോലും ഞാൻ ചോദിച്ചു പോയി. അപ്പോൾ ഇതാണ് ബിസ്മി കല്യാണ പെണ്ണേട്ട. അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷം ബന്ധുക്കളെയും കുട്ടീനെയും ഒക്കെ കാണാൻ പറ്റി. കുറേ നേരം സംസാരിച്ച് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അനിയത്തിയും മക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയൻ കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അവൻ സർപ്രൈസായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെ. അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ അങ്ങ് പൂർണ്ണമായി കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുടുംബക്കാരും നമ്മളും എല്ലാവരും കൂടെ വല്ലപ്പോഴും അല്ലേ ഒരു മാരേജൊക്കെ വരുമ്പോഴാണല്ലേ നമ്മൾ കാണുന്നതും സംസാരിക്കുന്നതും. അല്ലെങ്കിൽ എത്രയായി ഇപ്പോൾ ഓരോരുത്തർക്കും ജോലി തിരക്കും കാര്യമായിട്ട് അങ്ങനെ അതിൻ്റെ വഴിക്ക് പോവും. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഒരു നല്ലൊരു രാത്രിയും കൂടെ കിട്ടി കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഒറട്ടിയും ബറോട്ടിയും ഇടിയപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് രാത്രി കുറേ സൊറയൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കല്യാണ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.